യുദ്ധം അവസാനിച്ചു, ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ, സന്തോഷ വാർത്ത. എന്നാൽ ഈ ഡീലിലെ ചില കണ്ടീഷൻസ് തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അത് മാത്രമല്ല, ഈ ഡീൽ അനൗൺസ് ചെയ്തതിന് ശേഷവും ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് പരിശോധിക്കാം. അതുപോലെ ഈ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ ഡീലിലെ ചില കണ്ടീഷൻസിൽ US പറയുന്നതും ഇറാൻ പറയുന്നതും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇറാന്റെ ഒരു സന്തോഷ പ്രകടനമുണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. به استحضار ملت شریف بزرگ و قهرمان ایران میرساند. دشمن در جنگ ناجوانمردانه، غیرقانونی و جنایتکارانه خود علیه ملت ایران دچار شکستی غیرقابل انکار تاریخی. ایران به یک پیروزی عظیم دست پیدا کرد و امریکای جنایتکار را مجبور به پذیرش طرح 10 ماده‌ای خود نمود که در آن امریکا به طور اصولی متعهد به عدم تجاوز، استمرار کنترل ایران بر تنگه هرمز، پذیرش غنیسازی، رفع همه تحریم‌های اولیه و ثانویه، خاتمه تمامی قطعنامه‌های شورای امنیت و شورای حکام، پرداخت خسارت ایران، خروج نیروهای رزمی امریکا از منطقه. കണ്ടില്ലേ, ഇന്നലെ ഇറാനിൽ പല സ്ഥലങ്ങളിലായി ഇതുപോലുള്ള കൂടിച്ചേരലുകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ വിജയം അവർ ആഘോഷിച്ചിട്ടുമുണ്ട്. അവർ പറയുന്നത് അവരുടെ 10 പോയിന്റ്, ഇറാന്റെ 10 പോയിന്റ് US അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ ഇറാൻ ഇവിടെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ്. ഇനി നമുക്ക് ഈ 10 പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. കാരണം ഈ 10 പോയിന്റ്സ് അറിഞ്ഞാൽ മാത്രമേ ഏത് പോയിന്റ്സ് ആണ് നെതന്യാഹു ഒഴിവാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിനൈ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാവുകയുള്ളൂ. അത് മാത്രമല്ല, ഈ ഡീലെ ഈ കണ്ടീഷൻസിൽ എന്ത് ഡിഫറൻസ് ആണ് ഇറാൻ പറയുന്നിടത്തും US പറയുന്നിടത്തും എന്ന് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഈ 10 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 10 പോയിന്റ്സിൽ ഒന്നാമത്, കൺട്രോൾ പാസേജ് ത്രൂ ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഇൻ കോർഡിനേഷൻ വിത്ത് ഇറാനിയൻ ആംഡ് ഫോഴ്സ്. ഇറാനിയൻ ആംഡ് ഫോഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന്റെ പാസേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതുപോലെ ഗ്രാൻഡ് ഇറാൻ എ യുണീക്ക് എക്കണോമിക് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻസ്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള എക്കണോമിക് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ നൽകണം. അതുപോലെ the necessity of ending the war against all elements of axis of resistance, എല്ലാ തരത്തിലുള്ള യുദ്ധവും ഇവിടെ നിർത്തണം. അതുപോലെ the withdrawal of US combat force from all bases and deployment point in the region, regionിലുള്ള ഡിപ്ലോയ്മെന്റ് പോയിന്റും all basesൽ നിന്നും US combat force എന്ത് ചെയ്യണം, വിഡ്രോ ചെയ്യണം. അതുപോലുള്ള അടുത്തൊരു ഇതാണ് the establishment of a safe transit protocol in Strait of Hormuz in a way that granting Iran's dominance according to the Agreed Protocol. Agreed Protocol അനുസരിച്ചിട്ട് സേഫ് ആയിട്ടുള്ള ട്രാൻസിറ്റ് പ്രോട്ടോകോൾ ചെയ്യണം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലൂടെ. അതിൽ ഒരു ഡൊമിനൻസ് ഇറാന് നൽകുകയും ചെയ്യണം. ഫുൾ പേയ്മെന്റ് ഓഫ് ഇറാൻസ് ഡാമേജ് അക്കോർഡിംഗ് ടു ദി എസ്റ്റിമേറ്റ്, അതായത് കോമ്പൻസേഷൻ കൊടുക്കണം. ഇറാൻ ഉണ്ടായിട്ടുള്ള ഡാമേജിനൊക്കെ കോമ്പൻസേഷൻ കൊടുക്കണം. ദ ലിഫ്റ്റിംഗ് ഓഫ് ഓൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി, ഇത് 2 പോയിന്റ്സ് ഒന്നിൽ കൂട്ടിയതാണ്. സെക്കൻഡറി സാങ്ഷൻസ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഗവർണർ ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ. അതുപോലെ the release of all Iranian assets and property frozen abroad, അതായത് പ്രത്യേകിച്ചും US ൽ അതുപോലെ മറ്റു രാജ്യങ്ങളിൽ അബ്രോഡിൽ ഫ്രോസൺ ചെയ്തിട്ടുള്ള ഫ്രീസ് ചെയ്തിട്ടുള്ള ഇറാനിയൻ അസറ്റ്സും അതുപോലെ പ്രോപ്പർട്ടീസും ഒക്കെ റിലീസ് ചെയ്യണം. അതുപോലെ മറ്റൊരു കാര്യമാണ് the ratification of all these matters in binding security council resolution. ഒരു സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷനിലൂടെ ബൈൻഡിങ് ആവണം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് കംപ്ലീറ്റ് എൻഡ് ഓഫ് വാർ ഓൺ ഇറാഖ്, ലെബനൻ ആൻഡ് യമൻ എന്നൊരു പോയിന്റും കൂടി ഇതിൽ പറയുന്നുണ്ട്, അതായത് കണ്ടീഷൻ. ഇനി നമുക്ക് ഇസ്രായേൽ, ഞാൻ പറഞ്ഞു ഈ ഒരു അനൗൺസ്മെന്റ്, സീസ് ഫയർ അനൗൺസ്മെന്റിന് ശേഷവും ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ലാസ്റ്റ് ലോഞ്ച് ചെയ്ത ആ പ്ലേസിലേക്കാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഈ അനൗൺസ്മെന്റിന് ശേഷവും. ഇതിൽ 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇസ്രായേൽ ഈ ഒരു ഡീലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യമാണ്. രണ്ടാമതുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിലേ, നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഡിലേ. ആ കമ്മ്യൂണിക്കേഷൻ ഡിലേ കാരണമാവാം ഈ ഒരു ഫയറിംഗ് അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടാവുക. ആദ്യത്തെ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാം. കാരണം ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു അഗ്രിമെന്റിനെ, അതായത് US-ഉം ഇറാനും തമ്മിലുള്ള ഈ സീസ് ഫയർ അഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ, സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാം. രണ്ടാമത്തെ പോസിബിലിറ്റി ആയിരിക്കും ഇവിടെ നടന്നിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞു, നെതന്യാഹു
ഈ ഡീലിലെ ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. നെതന്യാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നല്ലേ, അത് നമുക്ക് കേട്ടു നോക്കാം. നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്, അതായത് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇഷ്യൂ എ സ്റ്റേറ്റ്മെന്റ് വെനസ്ഡേ മോർണിംഗ് വെൽക്കമിംഗ് ദ സീസ് ഫയർ ഡീൽ ബിറ്റ്വീൻ US ആൻഡ് ഇറാൻ. ഇറാനും US തമ്മിലുള്ള ഈ സീസ് ഫയർ ഇത് വെൽക്കം ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നെതന്യാഹു പുറത്തുവിട്ടിട്ടുള്ളത്. ഇസ്രായേലി സപ്പോർട്ട് President Trump's decision to suspend strike against Iran for 2 weeks, subject to Iran's immediate opening of the strait and stopping all attacks on US, Israel and countries in the region. നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതായത് ഇസ്രായേലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപിനെ ഈ സസ്പെൻഷനിൽ, അതായത് ഈ ഒരു സീസ് ഫയറിൽ 2 വീക്ക് സീസ് ഫയർ സബ്ജക്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇറാൻ ഇമ്മീഡിയറ്റ് ഓപ്പണിംഗ് ഓഫ് സ്ട്രേറ്റ് ഓപ്പൺ ചെയ്യും, അതുപോലെ തന്നെ US-നും ഇസ്രായേലിനും എതിരെ, അതുപോലെ തന്നെ കൺട്രീസ് ഇൻ ദ റീജിയൻ ഈ അറ്റാക്കിംഗ് ഒക്കെ ഇറാൻ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള കണ്ടീഷൻസിലാണ് ഈ ഒരു അഗ്രിമെന്റ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നെതന്യാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നെതന്യാഹു ഓൾസോ ഡിനൈസ് ദാറ്റ് ദ സീസ് ഫയർ ഡീൽ ഇൻക്ലൂഡ്സ് ലെബനൻ ആൻഡ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഹെസ്ബുള്ള. ഈ ഒരു കാര്യമാണ് നെതന്യാഹു തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഇത് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു സീസ് ഫയർ ഡീലിൽ ലെബനനോ ഹിസ്ബുള്ളയോ ഉൾപ്പെടുന്നില്ല എന്നാണ് നെതന്യാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് നെതന്യാഹു ഇവിടെ പറയുന്നത് ലെബനന് നേരെയും ഹിസ്ബുള്ളക്ക് നേരെയും ഇനിയും അറ്റാക്ക് അയച്ചുവിടും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനൊരു 10 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അതിലൊരു പോയിന്റ് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കംപ്ലീറ്റ് എൻഡിങ് ഓഫ് വാർ ഓൺ ഇറാഖ്, ലെബനൻ, യമൻ. ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ ഇപ്പോൾ ഡിനൈ ചെയ്തിട്ടുള്ളത് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 10 പോയിന്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് കൃത്യമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഒരു സീസ് ഫയർ ഡീലിൽ അവർ നിലനിൽക്കൂ എന്നുള്ളൊരു കാര്യം. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം. അതുപോലെ ഞാൻ പറഞ്ഞു, ഈ ഒരു ഡീലിൽ US പറയുന്നതും അതുപോലെ ഇറാൻ പറയുന്നതിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു കണ്ടീഷനിലാണ്, അതായത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ്. ഇറാൻ പറയുന്നത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ അറ്റാക്കുകളും നിർത്തണമെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം മാത്രമേ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറക്കുകയുള്ളൂ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറന്നാൽ നിങ്ങൾക്ക് നേരെയുള്ള അറ്റാക്ക് നിർത്തുമെന്നാണ്. ഇതിൽ ഇരുഭാഗത്തുള്ള ഡിഫറൻസ് കണ്ടില്ലേ? ട്രംപ് പറയുന്നു അവർ വിജയിച്ചു, കാരണം സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറക്കും, അതിനുശേഷം ഈ അറ്റാക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ്. എന്നാൽ ഇറാൻ പറഞ്ഞിട്ടുള്ളത് അറ്റാക്കിംഗ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറന്നു കൊടുക്കുമെന്നാണ്, അവർ വിജയിച്ചു എന്ന്. ഇതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആരാണ് വിജയിച്ചിട്ടുള്ളത്? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറാൻ തന്നെയാണ്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് US ആണ്. ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്. ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഇറാൻ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. കാരണം ഈ 10 പോയിന്റും US അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ അക്സെപ്റ്റൻസ് ഞാൻ പറഞ്ഞു, അതിലൊരു കണ്ടീഷൻ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യാത്തത്. ഒരുപക്ഷെ വരും സമയങ്ങളിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് പ്രതീക്ഷിക്കാം.